അപ്പോൾ രാവിലെ നൂഡിൽസ് വേണ്ടിയവർക്ക് നൂഡിൽസ്, ആഴ്ച ഒരു ദിവസം ഇവിടെ നൂഡിൽസാണ്. അപ്പോൾ അവർക്കൊക്കെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി. എനിക്കിങ്ങനെ റവയുടെ ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കാത്തത്. അപ്പോൾ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി അവർക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചവിട്ടികളെല്ലാം കൂടെ ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകാനായിട്ട്. പിന്നെ ക്യാനിലൊക്കെ വെള്ളം ഒഴിച്ച് പിന്നെ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. പിന്നെ തോരൻ വെക്കാൻ കാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പം കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് സവാളയൊന്ന് വഴറ്റി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കാബേജും ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഗരം മസാല തീർന്നായിരുന്നു. ഞങ്ങൾ പിന്നെ ഇറച്ചി കൂട്ടെന്നാണ് പറയുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനിങ്ങനെ ഡബ്ബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും. പിന്നെ ആവശ്യാനുസരണം ഇങ്ങനെ എടുത്ത് ചൂടാക്കി പൊടിപ്പിച്ച് വെക്കും. എന്നിട്ട് ആവശ്യമുള്ളതെടുത്ത് വെളിയിൽ വെച്ചിട്ട് പൊടി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇനി ഇത് ലാസ്റ്റായിരുന്നു, അതെടുത്തൊന്ന് വറുത്ത് തണുത്തിട്ട് പിന്നെ അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ കൂട്ടാൻ വെക്കുന്നത് ഒരു ഇച്ചിരി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 സവാള ഞാനൊന്ന് ആദ്യം ഒന്ന് ഇട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടാണ് സവാള ഇട്ടത്. പിന്നെ ഒരു 2 ഉരുളൻകിഴങ്ങ് കൂടി ഇങ്ങനെ ഇട്ട്. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങും ചിക്കനോടിട്ട് ഉണ്ടാക്കുന്ന കറി നല്ല അടിപൊളി, ആ ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ ആവിയിൽ ആ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടും. ഇച്ചിരി നേരം കഴിഞ്ഞ് ഞാനത് തുറന്നിട്ട് ഇച്ചിരി ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോയുടെ ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഇച്ചിരി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് അതൊന്ന് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ആ ടൊമാറ്റോയിലൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് സോഫ്റ്റ് ആവും. അപ്പം നമ്മുടെ ഗരം മസാല ഇവിടെ നിന്ന് തണുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിരുന്നു, അത് ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഉരുളൻകിഴങ്ങ് ഇതെല്ലാം ഒന്ന് നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇച്ചിരി പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ചെറിയ തീയിലൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി നേരം കഴിഞ്ഞുകൊണ്ടേ മസാലയുടെയൊക്കെ പച്ചമണം പോയണേ പിന്നെ നമ്മൾ കഴുകി വാരി വെച്ച ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഞാനതൊന്ന് അടച്ചു കൊടുത്തേ. അതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിവിടെ കടുക് വറക്കണമായിരുന്നു. കറിയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് കൂടെ വറുത്ത്, നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും വറുത്ത് ചേർക്കാമേ. അപ്പം ഞാനിത് കറിയിലോട്ട് കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി കോമ്പിനേഷനാണ്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.